കുന്തം വിഴുങ്ങി പോലെ നിൽക്കാതെ മൂപ്പലെ. വിഷമം എല്ലാവർക്കും വരും. കാശുണ്ടാക്കാൻ ഏത് പട്ടിക്കും കഴിയും. എന്റെ മുതലാളി നോക്കി കൊള്ളപ്പലിശ വാങ്ങിച്ചില്ലേ പൈസ ഉണ്ടാക്കുന്നേ. സത്യത്തില് വിഷമം എനിക്കുമുണ്ട്. അയാൾ ശമ്പളം തരുമ്പോ എനിക്ക് എന്റെ ജോലി ചെയ്തല്ലേ പറ്റൂ. അക്കനെവിടെ? അക്ക അപ്പൂപ്പന്റെ മുഖം കണ്ട വീണ്ടും ക്ലച്ച് പിടിക്കുന്ന ലക്ഷണമാ. പക്ഷെ ഈ തള്ളയുടെ മുഖം കണ്ട ഒരു ദരിദ്ര ലുക്ക. കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ നീ ഒരു ഭാഗ്യ ദേവതയെ കൊച്ചേ. നീ കോടികൾ കൊണ്ടുവരും. ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. 2 മാസത്തെ പലിശ തന്നതാ, ബാക്കിയും തരും. ജീവൻ ഉണ്ടെങ്കിൽ തരും. അതിന് ജീവനില്ലല്ലോ. ജീവനുള്ള ആളാണെങ്കിൽ 2 കൊല്ലം മുമ്പ് ചത്തും പോയി. ആകെ ഇയാൾക്കുള്ള ഇത്തിരി ശ്വാസവാ. ഡോ കട്ടപ്പുറത്താവുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്റെ മുതലാളി ഒരു സേലത്തുകാരന്, വീരപാണ്ഡ്യൻ, പണക്കാരനാ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പട്ടി. പക്ഷേ മോനൊരു ചുള്ളന. ഞാൻ പറഞ്ഞില്ലേ ഈ കൊച്ചു കോടികൾ കൊണ്ടുവരുമെന്ന്. ഇനി അണ്ണാച്ചി 10 പൈസ മുടക്കണ്ട. ഈ കൊച്ചിനെ ആ ചെക്കന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റും. അവൻ കാറിൽ ഇരിപ്പുണ്ട്, ഞാനവനെ വിളിക്കാം. அந்த பொண்ணங்க தாத்தாவா எங்க? நீ ரொம்ப அழகா இருக்கு. വീട്ടിക്ക് പോലാണ്ടാ. മുതലാളി കൊച്ചിനെ വെളി വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഇളക്കവ നമുക്ക് കെട്ടങ്ങ് ഉറപ്പിക്കാം. എനിക്ക് ரொம்ப பிடிச்சு போச்சு. வாடி வாமா கண்ணே முத்தம் வா கண்ணே. മുതലാളി മതി, വിട്ടേക്ക്. வாமா கிட்ட வாடா. கிட்ட வா, சத்தம் போடாத. அசாத்தியல்ல. கிட்ட வாடா. മുത്തച്ഛ അക അക അവനൊന്നും ചെയ്യില്ല. ഒരു പാവ പുണ്യാ. കല്യാണം നടത്തി തരാൻ കൊച്ചു മുതലാളി. ഇതിനേക്കാൾ മൂർച്ചയുള്ള 4-5 എണ്ണം പുറത്തെന്റെ വണ്ടിയിലുണ്ട്. അക്കരത്ത് പിടിച്ചോണ്ട് വിറയ്ക്കാനേ പറ്റൂ. ഞാനതൊന്ന് എടുത്താലുണ്ടല്ലോ അരിഞ്ഞുകളെ എല്ലാത്തിനെയും. ഇപ്പം പോവാ. കുടുംബം ഒന്നോടെ കുളം തോണ്ടാനുള്ള തീരുമാനത്തോടെ തിരിച്ചു വരും. പുല്ലുകളെ രക്ഷപ്പെടുത്താൻ നോക്കിയതാ. വേണ്ടെങ്കി വേണ്ട, വാടാ. എനിക്ക് വലിയ പഠിപ്പും പത്രാസൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ പോലെ കംപ്ലീസ് എന്നോ ഐ ആം സോറി എന്നൊന്നും പറയാൻ അറിയില്ല. ആകെ അറിയാവുന്നത് സ്നേഹിക്കാന്. പിന്നെ ദേഷ്യം വരുമ്പോ വല്ലതൊക്കെ വിളിച്ചു പറയും. അത് കേൾക്കണ്ടെങ്കിൽ പൊയ്ക്കോ. ആന്റി, ഞങ്ങൾ ആരും സാജനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കിട്ടുന്ന കാശ് കുറവായിരുന്നെങ്കിലും ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പോയി. നിങ്ങളുടെ കൂടെ ചേർന്നിട്ടാ. വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ആന്റി, ഞങ്ങൾക്ക് അവനൊന്ന് കണ്ടേ പറ്റൂ. ഞാൻ അവനോട് പൂട്ടി വെച്ചിട്ടൊന്നുമില്ല. അവന്റെ അമ്മയാ ഞാൻ. ഈ ഞാനും എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് ദിവസം 4-5 ആയി. അവൻ എവിടെയാന്ന് വെച്ച് പോയി കണ്ടുപിടിച്ചോണ്ട് വാ. ചെല്ല്. മതി മക്കളെ, മതി. ഒന്നിച്ചൊരു യാത്ര പുറപ്പെടുമ്പോ എല്ലാവരും കൂടി സന്തോഷത്തോടെ ആവാന്ന് കരുതി. അതാ ആടാനും പാടാനൊക്കെ മുത്തച്ഛൻ പറഞ്ഞത്. മതി. കുറെ നാളായി എന്റെ മക്കൾ പാലിന്റെ നിറം കണ്ടിട്ട്. ദാഹം തീരോളം കുടിക്കാൻ അമ്മ വാങ്ങിയിട്ടുണ്ട്.
എന്ത് പണിയായി കാണിച്ചത്? സാജൻ എന്തോ ബിസിനസ് ടെൻഷനിൽ പറഞ്ഞെന്ന് വെച്ച് രാജി എഴുതി വെച്ചിട്ട് പോന്നോ? ഇവിടെ ആരെങ്കിലും വലുത് പറഞ്ഞോ? ജോലി മതിയാക്കിയിട്ട് ഇവിടെ വന്നത്. നീ ചെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വാ. അതെ, മുത്തശ്ശനൊന്നും പറയില്ല. നീ ഞങ്ങളുടെ കൂടെ വാ. ഓഫീസിൽ ഒരുപാട് പെൻഡിങ് വർക്കുണ്ട്. ഈവനിങ് തിരിച്ചുകൊണ്ട് വിടാം. നിങ്ങളൊക്കെ വളരെ സ്നേഹമുള്ളവരാണെന്ന് ഇവളെപ്പോഴും പറയാറുണ്ട്. ഇന്ന് വേണ്ട, ചെറിയൊരു തടസ്സമുണ്ട്. നാളെ വരും. മോളെ, നീ പറഞ്ഞാലേ അവർക്ക് വിശ്വാസമാവൂ. നാളെ ചെല്ലാന്ന് പറ. നാളെ വരാം. എന്താടാ? എനിക്കെന്തോ പ്രശ്നം തോന്നുന്നുണ്ട്. ഒരുപാട് വഴികൾ നോക്കിയതാ, ഒന്നും ശരിയാകാതെ വന്നപ്പോ. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയില്ല, പലർക്കും അറിയില്ല. അറിയണം. എന്റെ മരുമകളുടെയും കൊച്ചുമക്കളുടെയും അവസ്ഥ അറിയണം. നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കണം. ഞാനൊരു പാവാണ് സാർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിരപരാധിയാണ് സാർ. അങ്ങനെയുള്ളവരെയാണ് വേണ്ടത്. ഞാൻ ഒറിജിനലിനെ പിടിക്കാറില്ല. നിരപരാധിയെ പിടിച്ചിട്ട് അവനിലൂടെ ഒറിജിനലിനെ പിടിക്കും. അയ്യോ, ഞാനെന്ത് കുറ്റമാണ് സാർ ചെയ്തത്? അവിടെ ചോദിക്കുക. സാർ, KL01A999 തന്റെ വണ്ടിയാണോ? അതിപ്പോ ആണല്ലോ. അതാണ് കുറ്റം. എടോ, ആ വണ്ടിയുടെ പിന്നിൽ എത്ര കേസാണെന്ന് എനിക്കറിയാവോ? അപ്പൊ അതും കൊണ്ട് നടക്കുന്നവനെ ഞാൻ പിടിക്കണ്ടേ? പിടിച്ചു. കേറി ജീപ്പിൽ. സാറേ, 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 പിടിക്കല്ലേ? ഇങ്ങോട്ട് പോ. ഞാൻ പാവാണ് സാർ. നിരപരാധിയാണ് സാർ ഞാൻ. സാർ, ഫോൺ. ഞാൻ ഈ ഫോൺ നോക്കിക്കോട്ടെ സാർ. ഒരു മിനിറ്റ്. അച്ഛാ, ഒരു കാരണവശാലും അയാളുടെ കൂടെ പോരുത്. എങ്ങനെങ്കിലും മുങ്ങണം. ശരി സാർ. ഇന്നോവ പുതിയത് തന്നെ. എപ്പോഴും ഞാൻ അയക്കുന്നതല്ലേ. അയച്ചേക്കാം സാർ. നല്ല സമയത്ത് സാറ് വിളിച്ചത്. പ്രോബ്ലം ഒന്നുമില്ല സാർ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ സാർ. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇന്നോവ അയക്കാൻ ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. ഈ ഫോൺ കോൾ തട്ടിപ്പാണ്. അല്ലെങ്കിലോ ഇവിടെ താൻ എന്റെ പണി കളയിക്കല്ലേ. സാറ് പൊക്കോളൂ സാർ. കൂട്ടത്തിൽ നിന്നിട്ട് പാര പണിയല്ലോ കേട്ടോ. സാർ ഈ കാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഹോട്ടലിന് മുന്നേ വാച്ച്മാനായിട്ട് നിൽക്കേണ്ടി വരും. ഇക്കണക്കിന് പോലീസുകാർ അകത്ത് വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണോ? ഞാൻ കുറച്ച് ബിസിയാണ്. പകരം നിന്നെ കൊണ്ട് പോകാൻ പറ. സൗകര്യം കിട്ടുമ്പോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. സാറേ, ഞാൻ പറഞ്ഞില്ലേ അവൻ മുങ്ങൂന്ന്. അവൻ മുങ്ങി. മുങ്ങിയോ? അല്ല, അത് പിന്നെ താൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറ് കേട്ടില്ല. സാറേ, നമുക്ക് ആ വണ്ടിയുടെ പുറകെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണത്? എന്റെ ജോസഫെ, തന്റെ പോലീസ് ബുദ്ധി ഇപ്പോഴും തന്നെ വിട്ടു പോയിട്ടില്ല കേട്ടോ. ഇവിടെ ആരോ ഒരാൾ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തി. സംസാരിച്ച് കഴിഞ്ഞപ്പോ ഒരു വണ്ടി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ ആ വണ്ടിയുടെ പിന്നാലെ പോലെ ഈ പോലീസ് ജീപ്പിലെ ഡീസൽ തന്റെ മൂപ്പിനാൽ അടിക്കുവോ? അതെ. നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണം. എന്താണെന്നറിയോ, നിന്നെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള മറുപടി എന്നിട്ട് പോയാൽ മതി.
ഇങ്ങോട്ട് ഇറങ്ങടാ. സാജ, നിനക്ക് സംഭവിച്ചത് എന്താണെങ്കിൽ നമുക്ക് പരിഹാരം കാണാം. പക്ഷെ കാര്യം എന്താന്ന് പറയണം പ്ലീസ് സാജ. നമ്മൾ പരാജയപ്പെട്ടാൽ എനിക്കിനി വീട്ടിൽ പോലും കയറാൻ കഴിയില്ല. ഇവൻ മിണ്ടില്ല, ഈ പട്ടി മിണ്ടത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് പലതും പറയാനുണ്ട്, അതൊക്കെ നീ കേൾക്കണം. നീ മാത്രം കേൾക്കേണ്ടതാ.